ഹെൽത്ത് കെയർ ആൻഡ് മീഡിയ സ്റ്റഡീസ്. BVOC മെഡിക്കൽ ആപ്പ് നഴ്സിംഗ് ഡിപ്ലോമ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മികച്ച ആശുപത്രികളിലും ഫാർമസികളിലും പരിശീലനം. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് പ്രത്യേകാനുകൂല്യങ്ങൾ. കൂടാതെ ഓൺലൈൻ ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്. 9800 വനിതകൾക്ക് ജോലി നേടിക്കൊടുത്ത വടക്കാഞ്ചേരിയിലെ 28 വർഷത്തെ പാരമ്പര്യമുള്ള അംഗീകൃത സ്ഥാപനം. +2 തോറ്റവർക്കും ജയിച്ചവർക്കും പ്രവേശനം. ശ്രീകൃഷ്ണ കോളേജ് ഫോർ ഹെൽത്ത് കെയർ ആൻഡ് മീഡിയ സ്റ്റഡീസ്, ഓട്ടുപാറ ബൈപ്പാസ് ജംഗ്ഷൻ, അറേബ്യൻ മെഡിക്കൽസിന് സമീപം, അറേബ്യൻ ടയേഴ്സിന് മുകളിൽ. എല്ലാ മേഖലകളിലും ഇന്ന് നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഘടനയാണ് നായർ സർവീസ് സൊസൈറ്റി. ആ സൊസൈറ്റിയുടെ കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതെല്ലാം ഇന്ന് മികവുറ്റ രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത് നമുക്കറിയാം, നമ്മുടെ ഈ വടക്കേത്തറ NSS ഇംഗ്ലീഷ് മീഡിയം സ്കൂള് അതിപുരാതനമായി കാലങ്ങളായി നമ്മൾ കൊണ്ടുനടക്കുന്ന സ്കൂളാണ്. ചില കാലങ്ങളിൽ കുട്ടികളുടെ ചില കുറവുകൾ വന്നിട്ടുണ്ടെങ്കിലും അതിനുശേഷം അതിനെ വിപുലീകരിച്ച് പല പദ്ധതികളും നമ്മൾ ഉൾപ്പെടുത്തി ആ വിദ്യാഭ്യാസ സമ്പ്രദായത്തില് വലിയ മാറ്റങ്ങൾ വരുത്തി ഇത്തവണ നമ്മുടെ സ്കൂള് മുന്നേറി നല്ല വലിയൊരു മുന്നേറ്റത്തോടു കൂടിയിട്ടാണ് കൊണ്ടുനടന്നു പോകുന്നത്. അപ്പൊ വിദ്യാഭ്യാസം നമ്മുടെ അടിസ്ഥാന ഒരു ആവശ്യമാണ്. അത് നമ്മുടെ ചെറിയ കുട്ടികൾ നമുക്ക് പറയാം, നമ്മുടെ LKG മുതലാണ് നമ്മുടെ ഈ സ്കൂളിലെ വിദ്യാഭ്യാസം. അപ്പൊ ആ ചെറിയ കാലത്തിൽ തന്നെ നല്ലൊരു വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ട് നമ്മുടെ കുട്ടികളെ നല്ല രീതിയിൽ വളർത്തുക. ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ സാമൂഹിക വിപത്ത്, മറ്റുള്ള പല വിഷയങ്ങളും നമുക്കിന്ന് ഗ്രാമങ്ങളിലെല്ലാം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. കുട്ടികളെല്ലാം പല കാര്യങ്ങളിലും അഡിക്റ്റാണ്. വേണ്ടാത്ത എന്ത് കാര്യങ്ങളാണോ, എന്തെങ്കിലും ഒരു കാര്യങ്ങള് കൂട്ടുകാരായി ചേർന്നുകൊണ്ട് വേണ്ടാത്ത കാര്യങ്ങൾക്ക് പോകുന്ന ഒരു പ്രവണതയാണ് നമുക്കിന്ന് കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ രക്ഷിതാക്കൾക്ക് പോലും നമ്മുടെ മക്കളെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, നമ്മുടെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ഇതിനു വേണ്ടുന്ന ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ട് പോലും നമുക്കതിനെ നിയന്ത്രിക്കാൻ പറ്റാത്തൊരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ആ അടിസ്ഥാന വിദ്യാഭ്യാസം കൃത്യമായി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ നല്ല രീതിയിൽ മുന്നോട്ട് വരും. അവരുടെ ജീവിതത്തിൽ കൃത്യമായ ലക്ഷ്യമുണ്ടാവും എന്ന് നമുക്ക് പല വിദ്യാർത്ഥികളും ഇവിടുന്ന് പഠിച്ചുപോയ വിദ്യാർത്ഥികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അതുകൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തില്, വിദ്യാഭ്യാസ സംസ്കാരത്തില് NSS എന്നും വളരെ മുന്നിലാണ്. അതെന്നും ഇന്ന് കേരളത്തിലെ മുഴുവൻ വിദ്യാലയങ്ങൾക്കും ഒരു വലിയൊരു മുതൽക്കൂട്ടായിട്ടാണ്. 42-43 വർഷങ്ങളായിട്ടുണ്ട് നമ്മുടെ സ്കൂൾ ഇവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ ഇവിടെ ഈ അനുമോദനം വാങ്ങാൻ വന്നിരുന്ന കുട്ടികൾ മാത്രമല്ല, അത്യാവശ്യം അവരുടെ അമ്മമാരടക്കം പഠിച്ചിട്ടുള്ളൊരു സ്കൂളാണിത്. കാരണം 42 കൊല്ലമായി തുടങ്ങിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു 47 വയസ്സായ അമ്മമാരുടെ കുട്ടികളടക്കം ഇവിടെ പഠിച്ചിട്ടുണ്ടാവും. കുട്ടികളെ 3.5 വയസ്സ് 4 വയസ്സിലാണല്ലോ കൊണ്ട് ചേർത്തിരിക്കുന്നത്. അപ്പൊ അത്രയും പഴക്കമുള്ളൊരു സ്കൂളാണ് നമുക്കിത്. അന്ന് ഈ സമീപത്തുള്ള 4 പഞ്ചായത്തുകളിൽ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഉണ്ടായിരുന്നില്ല. തിരുവില്ലാമലയില്ല, ചേലക്കരയില്ല, കൊണ്ടാഴിയില്ല. ഈ 4 സ്കൂളുകളിൽ, ഈ 4 പഞ്ചായത്തുകളിലേക്കും കൂടി ഉണ്ടായിരുന്ന ഒരേ ഒരു സ്കൂളാണ്. അന്ന് ഇതേപോലെ ചേലക്കരയിൽ നിന്നും തിരുവില്ലാമലയിൽ നിന്നും വെള്ളനാട് ഭാഗത്തു നിന്നും എല്ലാ കുട്ടികളും ഇവിടെ വന്ന് പഠിച്ച് പോയിട്ടുള്ള കുട്ടികളാണ്. അതായത് കഴിഞ്ഞ ഒരു 2-3 വർഷം മുമ്പ് ഒരാള് ഒരു ജുബയും പാൻറ്റും ഒക്കെ ഇട്ടിട്ട് നമ്മുടെ സ്കൂളിലേക്ക് കയറി വരികയുണ്ടായി. ഞാനിവിടെ ഉണ്ടായിരുന്നില്ല. ടീച്ചർമാരുടെ അടുത്ത് ചോദിച്ചു, ടീച്ചർമാരുടെ അടുത്ത് പറഞ്ഞു, എൻ്റെ പേര് സരിനാണ്, ഞാൻ ഇന്ന ദിക്കിലാണ് ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞാൻ ഈ സ്കൂളിൽ പഠിച്ചു പോയ ആളാണ് എന്നുള്ള വിവരം പറഞ്ഞു. ആരാണ് അതിൻ്റെ പ്രസിഡന്റ്, ആരാണ് മാനേജർ ചോദിച്ചു. എൻ്റെ നമ്പർ മേടിച്ചുകൊണ്ട് എന്നെ വിളിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് കഴിഞ്ഞ ഒരു 5 വർഷം മുമ്പേ ഒറ്റപ്പാലത്ത് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു. അതിനുശേഷം പാലക്കാടും സ്ഥാനാർത്ഥിയായിട്ടായിട്ട് മത്സരിച്ചു. ഞങ്ങൾ വിളിക്കുന്ന സമയത്ത് അയാൾക്ക് വ്യക്തമായ രാഷ്ട്രീയങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടുന്ന് പഠിച്ചു പോയ ഒരാള് ഡോക്ടർ സരിൻ എന്നുള്ള ഒരു കാര്യത്തിന് മാത്രമാണ് ഞങ്ങൾ ഇവിടെ വിളിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഇവിടുന്ന് പഠിച്ചിട്ട് പോയുള്ള കുട്ടികൾ, നമ്മുടെ ആയുർവേദ ഡോക്ടർമാരായ കുട്ടികളുണ്ട്. വടക്കേത്തറ തന്നെയുണ്ട്, നമ്മുടെ AG രാജിന്റെ മകളാണ്. അതുപോലെ തന്നെ നമ്മുടെ കല്ലമ്പറമ്പിലെ മുമ്പേ വടക്കേത്തറ താമസിച്ചിട്ടുണ്ടായിരുന്നാണ് നമ്മുടെ ഒരു ശാന്തിക്കാരനുണ്ട്, രാമന്റെ മകൾ ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ
എന്തുകൊണ്ടും മഹത്തരമായ ഒരു സദസ്സാണ് അനുമോദന സദസ്സ് എന്ന് പറയുന്നത്. കാരണം കുട്ടികൾക്ക് അവരുടെ മുന്നോട്ടുള്ള വിദ്യാഭ്യാസ പ്രയാണത്തിലേക്ക് ഒരു അനുമോദനത്തോടു കൂടി ചെയ്യുക എന്ന് പറയുന്നത് വളരെ മഹത്തമായ ഒരു കാര്യമാണ്. സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലും പറഞ്ഞതുപോലെ നായർ സർവീസ് സൊസൈറ്റിയുടെ ആചാര്യൻ മന്നത്ത് പത്മനാഭൻ ആദ്യം തുടക്കം കുറിച്ചത് വിദ്യാലയത്തിലൂടെയാണ്. ഏകദേശം 154 സ്കൂളുകളും 20ഓളം കോളേജുകളും അതുപോലെ ആതിര സേവന പ്രവർത്തനത്തിലും കൃഷി ഡിപ്പാർട്ട്മെന്റിലും എല്ലാം ഉണ്ടെങ്കിൽ കൂടിയും ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുത്തത് വിദ്യാഭ്യാസ മേഖലയ്ക്കാണ്. ആ വിദ്യാഭ്യാസ മേഖല തുടങ്ങുന്നതോടൊപ്പം തന്നെ നായർ സർവീസ് സൊസൈറ്റി ആദ്യം രൂപീകരിച്ചത് കരകത്തോടൊപ്പം തന്നെ ബാലസമാജങ്ങളാണ്. 8 വയസ്സിനും 18 വയസ്സിനിടയിലുള്ള ബാലിക ബാലന്മാരെ ഉൾപ്പെടുത്തി ബാലസമാജം രൂപീകരിച്ചു. ആ 8 വയസ്സ് ഒരു ചെറുപ്പക്കാരായ കുട്ടികളായാലും വിദ്യാർത്ഥികളായാലും ശരി, അവിടെ അടിസ്ഥാനമായ വിദ്യാഭ്യാസം വരുന്നൊരു സമയമാണ് 8ഉം 18 വയസ്സിനിടയിലുള്ള സമയം. അപ്പം അച്ഛനമ്മമാരെ സ്നേഹിക്കാനും ഗുരുക്കന്മാരെ ബഹുമാനിക്കാനും ഉന്നത വിദ്യാഭ്യാസ നിലവാരം നേടുന്നതിനും സാമ്പത്തിക അച്ചടക്കം ഉണ്ടാവുന്നതിനും വേണ്ടിയാണ് സമുദായചരൻ ഈ ബാലസമാജം രൂപീകരിച്ചത്. ലാപ്ടോപ്പ്, ഡെസ്ക്ടോപ്പ്, പ്രിന്റർ, CCTV എവിടുന്ന് മേടിക്കണം, എവിടെ സർവീസ് ചെയ്യണമെന്ന സംശയത്തിലാണോ? ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ വിശ്വസിച്ച് വാങ്ങുന്നതിനും അതിലും മികച്ച സർവീസിംഗ് ഉറപ്പ് നൽകുന്ന ഗ്രീൻ കമ്പ്യൂട്ടേഴ്സ് ഉള്ളപ്പോൾ ഇനി സംശയിക്കാൻ എന്തിരിക്കുന്നു? കൂടാതെ ലാപ്ടോപ്പ് ആക്സസറീസ്, ഡെസ്ക്ടോപ്പ് ആക്സസറീസ്, ബില്ലിംഗ് സോഫ്റ്റ്വെയർ, നെറ്റ്വർക്കിംഗ്, CCTV ഇൻസ്റ്റലേഷൻ, ലാപ്ടോപ്പ് ചിപ്പ് ലെവൽ തുടങ്ങിയ എല്ലാം ഗ്രീൻ കമ്പ്യൂട്ടർ